ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. പിടികൂടിയ കസ്റ്റഡിയിലെടുത്ത ഒരു മണികണ്ഠൻ, അയാളുടെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം വിഷ്വൽസിൽ കാണുന്ന ഈ രണ്ടാമത്തെ ആൾ മൂടി പുതച്ച ഒരവസ്ഥയിലാണ് വന്നത്. മാത്രമല്ല, ഇവർ മോഷണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. വളരെ ആസൂത്രിതമായ രീതിയിലാണ് മോഷണങ്ങൾ ഇവർ നടത്തുന്നത്. നമുക്ക് ഈ മോഷണം നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ ഫിംഗർ പ്രിന്റ് നമുക്ക് ലഭ്യമായിട്ടില്ല. മണ്ണഞ്ചേരിയിൽ നടന്ന 2 മോഷണ ശ്രമങ്ങളും ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ ഈ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ, ഈ വീട്ടുകാരും തന്നെ ഈ പ്രതികളെ കണ്ടിട്ടില്ല. ഇരുട്ടിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷ്വൽസിനെ നമ്മൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തു. പിന്നെ മറ്റ് ഇവരുടെ ഈ കുറുവാ സംഘത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില സ്പർദ്ധകൾ, അത് നമ്മൾ മുതലെടുത്തുകൊണ്ട് വിവരങ്ങൾ സമാഹരിച്ച് ആലപ്പുഴ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രതിയായിട്ടുള്ള സന്തോഷ് ശെൽവത്തെ പറ്റി വ്യക്തമായ സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇത് ഇവരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ പ്രതിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ലഭിച്ച ഇൻഫർമേഷൻ പ്രകാരം ഒരു 12-14 പേരടങ്ങുന്ന സംഘം പലയിടത്തായിട്ട് വന്ന് താവളമടിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൽ അമ്പലപ്പുഴ ഭാഗമുണ്ട്, കായംകുളമുണ്ട്, പിന്നെ മറ്റ് ചേർത്തല ഭാഗങ്ങളുണ്ട്, പിന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷെ ഇവര് തമ്മിൽ ചില സംഘങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചില പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് കാരണമാണ് അതിനെ മുതലെടുക്കാൻ പോലീസിന് രഹസ്യപരമായി സാധിച്ചിട്ടുള്ളത്. ഇല്ല, ഇപ്പൊ ഇവരാകെ ഒരു കുത്തഴിഞ്ഞ ഒരു അവസ്ഥയിലാണ്. ഇന്നലെ ഈ കുണ്ടന്നൂർ പാലത്തിൽ ഇവരുടെ കൂടാരങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് സ്വർണ്ണ ഉരുപ്പടികളെന്ന് തോന്നിക്കുന്ന ചില ഉരുപ്പടികൾ നമുക്ക് കിട്ടി. അതെല്ലാം കട്ട് ചെയ്ത് അവസ്ഥയിലാണ്. സ്വർണ്ണമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മോഷണത്തിന് ശേഷം കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാകാം. അത് കട്ട് ചെയ്ത് സ്വർണ്ണമാണോ എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയതായിട്ടാണ് കൂടാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോയെന്നോ അല്ലെങ്കിൽ പണയം വെച്ചിട്ടുണ്ടോയെന്നോ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ ലഭ്യമാക്കി ശേഷം മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇവരൊരു 14 പേരടങ്ങുന്ന സംഘം, 12 മുതൽ 14 പേരടങ്ങുന്ന സംഘം എന്നുള്ളതാണ് മനസ്സിലായത്. കാമാച്ചിപുരം സ്വദേശികളാണ് മിക്കവര്. ഇന്നലെ നമ്മൾ പിടികൂടിയ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആള് ട്രിച്ചി സ്വദേശി ആയിട്ടുള്ള ആളാണ്. അയാൾ കാമാച്ചിപുരമല്ല. അതുകൊണ്ട് തന്നെ ഈ കാമാച്ചിപുരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുട്ട് ഗ്രാമമാണ്. കുറുവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ കേസിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ നമ്മൾ പിടികൂടിയ ഈ സന്തോഷ് സെൽവം എന്ന ആൾക്ക് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് തമിഴ്നാട്ടിലെ 18 കേസിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പം നിങ്ങൾക്ക് ഫർണിഷ് ചെയ്യാം. 18